ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 19. ജീവിതം ഒരിക്കലും ശാന്തമായൊരു പുഴയല്ല. അതിശക്തമായ പ്രളയകാലത്തെയും നീറിപ്പുകയുന്ന വേനലിനെയും അതിജീവിച്ചു വേണം അതൊഴുകാൻ. ഗിറ്റലിന്റെ ജീവിതത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരുന്നു. മീര, നിന്റെ പ്രാർത്ഥന വേണം. ഞാനൊരു നിർണായകമായ തീരുമാനമെടുക്കുകയാണ്. ആയി മരിച്ച് 1 മാസം തികയും മുൻപേ ഗിറ്റൽ ഒരു ദിവസം അവളോട് പറഞ്ഞു. എന്താണ് ഗിറ്റ്? എന്ത് തീരുമാനമാണ്? മീര ആകാംക്ഷയോട് ചോദിച്ചു. നമുക്കിനി ഈ വലിയ വീട് വേണ്ട. ഇവിടുത്തെ ഓൾഡ് ഏജ് സെന്ററിൽ നമുക്കായി ഒരു അപ്പാർട്ട്മെന്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് എനിക്ക് എൻ്റെ കാഴ്ച തിരികെ വേണം. ഒരു നേരിയ സാധ്യതയുണ്ടെന്ന് മുൻപൊരിക്കൽ ഡോക്ടർ പറഞ്ഞു. അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. തീർച്ചയായും വേണം ഗിറ്റ്. ആ പരീക്ഷണം പരാജയപ്പെടില്ല. ദൈവം നമ്മളെ കൈവിടില്ല. മീരയുടെ വാക്കുകളിൽ വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗിറ്റലിന്റെ കണ്ണിലെ കെട്ടുകൾ 3-ാം പകലിലാണ് അഴിച്ചത്. അന്ന് ആ വലിയ അത്ഭുതം സംഭവിച്ചു. മീര, എനിക്ക് കാണാം, എനിക്ക് നിന്നെ കാണാം. ഗിറ്റലിന്റെ ആ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. വായനയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലഹരി. പണ്ട് വിരലുകൾ കൊണ്ട് തപ്പിത്തടഞ്ഞ അക്ഷരങ്ങൾ ഇപ്പോൾ അവരുടെ കണ്ണുകൾക്ക് മുൻപിൽ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. പുസ്തകത്താളുകളിലെ ഓരോ വരിയും അവർ ആർത്തിയോടെ വായിച്ചു തീർത്തു. കാഴ്ചയുടെ പുതിയ വെളിച്ചത്തിൽ ഗിറ്റൽ ഒരു ചിത്രശലഭത്തെ പോലെ മാറി. പുസ്തകങ്ങളും വായനയുമായി അവർ തിരക്കിലായതോടെ മീര വീണ്ടും തനിച്ചായി. മീര, നീ എപ്പോഴും വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ടതില്ല. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴേ നിന്റെ മനസ്സ് ഒന്ന് റിലാക്സ് ആകൂ, ഒരിക്കൽ ഗിറ്റൽ പറഞ്ഞു. ഗിറ്റലിന്റെ നിർബന്ധത്തിന് വഴങ്ങി മീര ആ തെരുവുകളിലേക്ക് ഇറങ്ങി. വർഷങ്ങളോളം വീടിനുള്ളിലെ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങിപ്പോയ മീരയ്ക്ക് മുൻപിൽ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകൾ തുറക്കുകയായിരുന്നു. ഹീബ്രു ഭാഷ അന്യമായിരുന്നുവെങ്കിലും ഗിറ്റലിൽ നിന്ന് പഠിച്ചെടുത്ത ഇംഗ്ലീഷ് വാക്കുകൾ അവൾക്ക് പുതിയ സൗഹൃദങ്ങൾ സമ്മാനിച്ചു. ഭയത്തിന്റെ നിഴലില്ലാതെ അവൾ ആ പുതിയ ലോകത്തെ കണ്ണു തുറന്നു നോക്കി. ഹേയ് മീര, എന്നെ ഓർമ്മയുണ്ടോ? ഒരു സായന്തനത്തിൽ ആ ചോദ്യവുമായി തന്റെ അരികിലേക്ക് വന്ന ആളെ കണ്ടതും മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ആൽബർട്ട്, തന്റെ ജീവിതത്തെ നിഴല് പോലെ പിന്തുടർന്ന ആൽബി എന്ന വൃത്തികെട്ട മൃഗം. തന്റെ സമാധാനം കെടുത്തിയ ക്രൂരമായ ഓർമ്മകളുടെ മുഖമാണ് അയാൾ. അയാളെ വീണ്ടും ഇത്രയടുത്ത് കണ്ടപ്പോൾ പഴയ മുറിവുകൾ മീരയുടെ ഉള്ളിൽ നീറിപ്പുകഞ്ഞു. എടോ, ഞാൻ തന്നെയാ. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. താൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ ഇവിടെ എത്തിയിട്ട് അധിക നാളായിട്ടില്ല. ഒരു കള്ളവിസ ഒപ്പിച്ചെടുത്ത് ഇങ്ങോട്ട് പോന്നു. കുറച്ചു കാലം നിന്നാൽ 4 പണമുണ്ടാക്കാമല്ലോ എന്ന് കരുതി. പഴയ മീരയായിരുന്നുവെങ്കിൽ ആ വാക്കുകളിലോ ആ കാഴ്ചയിലോ അവൾ തളർന്നു പോയേനെ. തന്നെ വേട്ടയാടിയ ഒരാൾ വീണ്ടും മുന്നിലെത്തുമ്പോൾ ഏതു പെണ്ണും ഒന്ന് ഭയപ്പെടും. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇസ്രയേൽ എന്ന രാജ്യം നിയമങ്ങളാൽ കെട്ടിപ്പടുത്ത ഒരു കോട്ടയാണെന്നും അവിടെ ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്ക് എത്രമാത്രം വിലയുണ്ടെന്നും ഇന്ന് മീരയ്ക്കറിയാം. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ നൽകുന്ന അദൃശ്യമായ ഒരു കവചം തനിക്കുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ ഭയത്തെ മായ്ച്ചു കളഞ്ഞു. അവൾ നിശ്ചയദാർഢ്യത്തോടെ അയാളെ നോക്കി. എടോ, പഴയ പിണക്കങ്ങളൊക്കെ താൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണോ? അതൊക്കെ അങ്ങ് വിട്ടുകളാ. ഇവിടെ നമ്മൾ കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ. ഒരത്യാവശ്യം വന്നാൽ ഓടിയെത്താൻ സ്വന്തം നാട്ടുകാരനുള്ളത് നല്ലതല്ലേ? നമ്മളാണെങ്കിൽ പണ്ടേ അറിയുന്നവരും. അതുകൊണ്ട് ഉള്ള കാലം നമുക്ക് സന്തോഷമായി പോകാം. എന്തു പറയുന്നു? ആൽബിയുടെ വാക്കുകളിൽ പഴയ അതേ ലാഘവമായിരുന്നു. ആ കിബുട്സിൽ വേറെയും മലയാളികൾ ഉണ്ടെന്ന സത്യം മീര അന്നാണ് തിരിച്ചറിഞ്ഞത്. അല്ലടോ, താൻ ഇവിടെ പുതിയതാണോ? ഞാൻ വന്നിട്ട് 5 മാസമാകുന്നു. ഇതുവരെ തന്നെ കണ്ടിട്ടില്ലല്ലോ? ആൽബി ജിജ്ഞാസയോടെ ചോദിച്ചു. 1 വർഷമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അനിലേട്ടൻ ജോലി ചെയ്ത വീട്ടിലായിരുന്നു ഞാൻ. അദ്ദേഹം പോയപ്പോഴാണ് ഞങ്ങൾ ഈ ഓൾഡ് ഏജ് സെന്ററിലേക്ക് മാറിയത്. മീര ശാന്തമായി മറുപടി പറഞ്ഞു. ഓ, അനിലിനെ എനിക്കറിയാം, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അവനൊരിക്കൽ പോലും തന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. തന്നെപ്പോലൊരു സുന്ദരിയെ മറ്റാരും നോക്കേണ്ടെന്ന് അവൻ കരുതിയിട്ടുണ്ടാകും. ആൽബി തന്റെ പതിവ് ശൈലിയിൽ പൊട്ടിച്ചിരിച്ചു. അയാളുടെ ചിരി മീരയുടെ ഉള്ളിൽ പഴയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. താനിപ്പോൾ പഴയ ഇരയില്ലെന്നും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്നും തന്റെ ഓരോ നോട്ടത്തിലൂടെയും അവൾ അയാളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എനിക്ക് പോകാൻ സമയമായി. വൈകിയാൽ ഗിറ്റ് അന്വേഷിക്കും.
ആൽബിയുടെ പരിഹാസം കലർന്ന വാക്കുകൾക്ക് മീര നൽകിയ മറുപടിയിൽ വ്യക്തമായൊരു അകലമുണ്ടായിരുന്നു. അവൾക്ക് അയാളുടെ സാമീപ്യം ആസ്വദിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എടോ, വൈകുന്നേരങ്ങളിൽ നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ വേറെ സൗഹൃദങ്ങൾ തേടി പോകേണ്ട കാര്യമില്ലല്ലോ. നടന്നകലുന്ന മീരയെ നോക്കി ആൽബർട്ട് വിളിച്ചു പറഞ്ഞു. ആ ചിരിയിൽ പഴയ അഹങ്കാരത്തിന്റെ അംശങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് മീരയ്ക്ക് തോന്നി. തിരിഞ്ഞു നടക്കുമ്പോൾ മീരയുടെ മനസ്സിൽ പഴയ ആൽബർട്ടിന്റെ മുഖം തെളിഞ്ഞു വന്നു. തന്നെ ഉപദ്രവിക്കാൻ തുനിഞ്ഞ, തന്റെ ഗർഭകാലത്തെ പോലും ഭയപ്പെടുത്തിയ ആ ക്രൂരനെ അവൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ആൽബർട്ട് ഒരു നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ടാകുമെന്ന് കരുതാൻ മാത്രം നിഷ്കളങ്കയല്ല അവൾ. അയാൾ ഒരു ദുഷ്ടനാണെന്നും ഏത് നിമിഷവും ചതിക്കാൻ മടിക്കാത്തവനാണെന്നും ഇസ്രയേലിലെ അനുഭവങ്ങൾ കൊണ്ട് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ആൽബർട്ട് എന്തു കുതന്ത്രം മെനഞ്ഞാലും അതിനെ നേരിടാനുള്ള കരുത്ത് തനിക്കുണ്ടെന്ന ബോധം അവളിൽ ഉറച്ചു നിന്നു. ശത്രുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നേരിടുക, അതായിരുന്നു അവളുടെ തീരുമാനം. പിന്നീടുള്ള വൈകുന്നേരങ്ങളിൽ ആൽബി അവൾക്കായി കാത്തുനിന്നു. അയാൾ വല്ലാതെ മാറിയിരിക്കുന്നു എന്ന തരത്തിൽ സംസാരം തുടർന്നെങ്കിലും മീര തന്റെ ജാഗ്രത കൈവിട്ടില്ല. അയാൾക്കൊരു കുടുംബമുണ്ടെന്നും മകളുണ്ടെന്നുമുള്ള വാക്കുകൾ അയാളുടെ പുതിയൊരു മുഖംമൂടി മാത്രമാകാമെന്ന് അവൾ സംശയിച്ചു. എങ്കിലും അയാളിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനുണ്ടെന്നുള്ള ലക്ഷ്യം അവളെ ആ സൗഹൃദങ്ങൾ തുടരാൻ പ്രേരിപ്പിച്ചു. എടോ, ഞാനിങ്ങനെ റേഡിയോ പോലെ സംസാരിക്കുന്നതല്ലാതെ തന്റെ കാര്യങ്ങളൊന്നും താൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടുകാരൊക്കെ സുഖമായിരിക്കുന്നോ? ഒരിക്കൽ ആൽബി ചോദിച്ചു. അയാൾക്ക് തന്റെ തകർച്ചകളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നത് മീരയ്ക്ക് ആശ്വാസമായി. സ്വന്തം മുറിവുകൾ അയാളെപ്പോലൊരു ശത്രുവിന് മുൻപിൽ തുറന്നു കാട്ടാൻ അവൾ ആഗ്രഹിച്ചില്ല. നാട്ടിലെല്ലാവർക്കും സുഖമാണ്, മീര ദൃഢതയോടെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒരു നിഗൂഢതയുണ്ടായിരുന്നു. ആൽബർട്ടിനെ പോലുള്ള ഒരാൾക്ക് തന്നെ ഇനിയൊരിക്കലും തകർക്കാനാവില്ലെന്ന് ആ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അയാൾ ഒരു വേട്ടക്കാരനായി കൂടെയുണ്ടെങ്കിൽ താൻ അതിനേക്കാൾ വലിയ അതിജീവകയാണെന്ന് അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എടോ, തനിക്കൊരു കാര്യം അറിയുമോ? ഞാൻ മുൻപ് തന്നെ ഇവിടുന്ന് കുറ്റിപ്പറിക്കാൻ ഉദ്ദേശിച്ചതാ. പിന്നെ തന്നെ കണ്ടപ്പോൾ നല്ലൊരു സൗഹൃദം കിട്ടിയപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല. തൽക്കാലം താൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനും ഇവിടെ തന്നെ ഉണ്ടാകും, ഒരിക്കൽ ആൽബി പറഞ്ഞു. അയാളുടെ വാക്കുകളിലെ കപട സ്നേഹം മീരയ്ക്ക് തിരിച്ചറിയാമായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിക്ക് സുഹൃത്തായി ഒരാൾ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണെങ്കിലും ആ വ്യക്തി ആൽബർട്ട് ആകുമ്പോൾ മീരയുടെ ഉള്ളിലെ അപായമണി മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിലെ വേദനകളോ രഹസ്യങ്ങളോ അയാൾക്ക് മുൻപിൽ തുറന്നു പറയാതിരിക്കാൻ അവൾ അതീവ ജാഗ്രത പുലർത്തി. മീര എല്ലാ കാര്യങ്ങളും ഗിറ്റലിനോട് പങ്കുവെക്കാറുണ്ടായിരുന്നു. ആൽബിയെ കണ്ടുമുട്ടിയതും അയാളുടെ ഒപ്പമുള്ള വൈകുന്നേരങ്ങളും അവൾ ഗിറ്റലിനോട് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം മീരയുടെ ഉള്ളിലെ യഥാർത്ഥ ഭയം ഗിറ്റലിന് മുൻപിൽ അണപൊട്ടിയൊഴുകി. ഗിറ്റ്, അയാൾ ഒരു നല്ല മനുഷ്യനല്ല. കോളേജ് കാലം മുതൽ എന്നെ വേട്ടയാടിയ ഒരാളാണ് അയാൾ. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ പോലും എന്നെ ഉപദ്രവിക്കാൻ തുനിഞ്ഞ ക്രൂരനാണ് അയാൾ. ഒരു ശത്രുവിനെ പോലെ എപ്പോഴും അയാൾ എൻ്റെ നിഴലിലുണ്ട്, വിറയ്ക്കുന്ന ശബ്ദത്തിൽ മീര പറഞ്ഞു. അത് കേട്ട് ഗിറ്റൽ സ്തംഭിച്ചുപോയി. എങ്കിലും കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മീരയുടെ മനസ്സറിയാനായി അവർ തമാശ രൂപേണ അവളോട് ചോദിച്ചു. മീര, തനിക്ക് വേണമെങ്കിൽ ആൽബിയെ തന്റെ ബോയ് ഫ്രണ്ട് ആക്കിക്കൂടെ? എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ നാളുകളായി സൂക്ഷിച്ച കനൽ പടർന്നു. അവൾ അന്ന് ആദ്യമായി ഗിറ്റലിനോട് ദേഷ്യപ്പെട്ടു. ഗിറ്റ്, ഇത് നിങ്ങളുടെ നാടല്ല, ഭാരതത്തിന്റെ പാരമ്പര്യവും അതല്ല. ഞങ്ങൾ ഭാരതീയ സ്ത്രീകൾക്ക് പ്രണയവും ദാമ്പത്യവും പവിത്രമാണ്. ശരീരം പങ്കുവെക്കുന്നതിലല്ല, ആത്മാവ് കൊണ്ട് ഒരാളെ സ്നേഹിക്കുന്നതിലാണ് ഞങ്ങളുടെ മഹത്വം. ഒരിക്കൽ ഉപദ്രവിച്ചതിനെ സുഹൃത്തായി കാണാൻ പോലും എനിക്ക് കഴിയില്ല. പിന്നെയാണോ പ്രണയം? ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും തന്റെ മൂല്യങ്ങളെക്കുറിച്ചും അവൾ വാചാലയായപ്പോൾ ആ വിദേശ വനിത അത് അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും കേട്ടിരുന്നു. സോറി മീര, ഐ വാസ് റോങ്, ഗിറ്റൽ സങ്കടത്തോടെ ക്ഷമ ചോദിച്ചു. മീരയുടെ ദേഷ്യം ആ വാക്കുകളിൽ അലിഞ്ഞുപോയി. അവൾ ഗിറ്റലിനെ ചേർത്ത് പിടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ശാന്തമായ അന്തരീക്ഷം. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, മീരയുടെ ജീവിതത്തിലെ കറുത്ത വെള്ളിയാഴ്ച. ഗിറ്റൽ ശാപത്തിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയതോടെ വീട് നിശബ്ദമായി. ഓൾഡ് ഏജ് സെന്ററിലെ തിരക്കുകൾ കുറവായതിനാൽ മീരയ്ക്ക് അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. മുറിക്കുള്ളിലെ ഏകാന്തത അവളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് അവൾ കരുതി. നടന്നു തുടങ്ങിയപ്പോൾ അല്പം ദൂരെ ഒരു ഒലിവ് മരത്തിന് ചോട്ടിൽ തന്നെയും നോക്കി കൈകെട്ടി നിൽക്കുന്ന ആൽബിയെ അവൾ കണ്ടു. അവനെ കണ്ടപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. ഹേയ്, ഇങ്ങോട്ട് വാ, ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ?
താനൊന്ന് പുറത്തേക്കിറങ്ങാൻ നോക്കി നിൽക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാമല്ലോ, അവളെ കണ്ടതും ആൽബി പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ പഴയ ആ വശീകരണ സ്വഭാവമുണ്ടായിരുന്നു. ഞാൻ വെറുതെ ബോറടിച്ചപ്പോൾ ഒന്ന് ഇറങ്ങിയതാ. മീര അവനിൽ നിന്നും കൃത്യമായി അകലം പാലിച്ച് ഔപചാരികമായി മറുപടി നൽകി. അയാളുടെ സൗഹൃദം അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഒരേ നാട്ടുകാരൻ എന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അല്ല, ഇന്നെന്താ വീട്ടിൽ പരിപാടിയൊന്നുമില്ലായിരുന്നോ? അവൾ വെറുതെ ചോദിച്ചു. ഓ, അവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പിടിക്കില്ല. ഈ പച്ചിലയും പുഴുങ്ങിയ ഇറച്ചിയും ഒക്കെ തിന്ന് ഞാൻ മടുത്തു. അതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. ആൽബി നിരാശയോടെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് എന്റെയും പ്രശ്നം. ഗിറ്റലിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന പലതും എനിക്ക് കഴിക്കാൻ പോലും അറിയില്ല. അതിലും ഭേദം ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതാണ്. എന്തിനാ വെറുതെ നാണം കെടുന്നത്? മീര ആൽബിയെ പിന്തുണച്ചു. എടോ, നമുക്ക് ആ കിബുട്സിന്റെ ഉള്ളിലേക്ക് ഒന്ന് കറങ്ങിയാലോ? താൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ആൽബി ചോദിച്ചു. ഒത്തിരി വൈകില്ലല്ലോ അല്ലേ? ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചു വരണം. ഗിറ്റൽ 9 മണിയാകുമ്പോഴേക്കും വരും, മീര ആലോചനയോടെ പറഞ്ഞു. സമ്മർ കാലമായതിനാൽ 10 മണിയോളം വെളിച്ചമുണ്ടാകുമെന്ന ധൈര്യത്തിൽ അവൾ അവനോടൊപ്പം നടന്നു. ഓൾഡ് ഏജ് സെന്ററിന് പുറകിലെ ആപ്പിൾ തോട്ടത്തിലേക്കാണ് അവർ പോയത്. സാധാരണ നടക്കാറുള്ള ദൂരത്തേക്കാൾ ഏറെ ദൂരത്തേക്ക് ആദ്യമായിട്ടാണ് മീര പോകുന്നത്. ചുവന്നു പഴുത്ത ആപ്പിളുകളും ഓറഞ്ചുകളും നിറഞ്ഞ ഒരു തോട്ടം. അതൊരു ഏദൻ തോട്ടം പോലെ സുന്ദരമായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കുറച്ച് ആപ്പിൾ പറിച്ചിട്ട് വരാം, അത് പറഞ്ഞുകൊണ്ട് ആൽബി കാട്ടിനുള്ളിലേക്ക് ഓടി. പാവം ആൽബി, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അയാളെ ഇനിയും അവിശ്വസിക്കുന്നത് ശരിയല്ല. തന്റെ ജീവിതത്തെപ്പറ്റി ഇനിയെങ്കിലും അയാൾ അറിയണം, മീരയുടെ മനസ്സ് സ്വയം പറഞ്ഞു. മനസാക്ഷി എത്രയൊക്കെ തടഞ്ഞിട്ടും അയാളോട് വീണ്ടും ക്ഷമിക്കാൻ അവൾ തയ്യാറാകുകയായിരുന്നു. കയ്യിൽ ആപ്പിളുമായി തിരികെ വന്ന ആൽബിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. എടോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്കെന്നോട് ദേഷ്യം തോന്നുമോ? എന്തിനാ ദേഷ്യം തോന്നുന്നത്? ആൽബി പറ, അത് കഴിഞ്ഞിട്ട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മീര അയാളുടെ വാച്ചിലേക്ക് നോക്കി. സമയമൊന്നുമായിട്ടില്ല, അതേപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണ്. നീയും ഞാനും വിവാഹിതരാണ്. നമ്മുടെ കുടുംബങ്ങൾ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയും. ഈ പ്രവാസ ജീവിതം എന്തിനാ വെറുതെ കളയുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കണമെന്നല്ലേ? നിനക്ക് ആഗ്രഹിക്കുന്ന സ്നേഹം തരാൻ എനിക്ക് സാധിക്കും, ആൽബി യാതൊരു എളുപ്പവുമില്ലാതെ പറഞ്ഞു. അത് കേട്ട മീരയുടെ കാതുകൾ മരവിച്ചു. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? തെറ്റുപറ്റിയത് എനിക്കാണ്, കത്തുന്ന കണ്ണുകളോടെ മീര പറഞ്ഞു. ഓ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അവിടെ അനിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ നിനക്ക് എന്നെ വേണ്ട. തനിക്ക് ആരോട് വേണമെങ്കിലും റിലേഷൻ വെക്കാം, ഇടയ്ക്കൊക്കെ എനിക്കും തന്നാൽ മതി. ആൽബിയിൽ നിന്നും അറപ്പുളവാക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വന്നു. മീര വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ചുറ്റും ആരുമില്ല. വിജനമായ ആ തോട്ടത്തിൽ അവർ തനിച്ചാണ്. മരങ്ങൾക്കിടയിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ഒരിടവുമില്ല. തന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ പ്രകോപിപ്പിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞത് താനൊന്ന് ആലോചിച്ചാൽ മതി. നിന്റെ ശരീരത്തിന്റെ ഭാഷ തന്നെ നിനക്കത് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്, ആൽബി വീണ്ടും ക്രൂരമായി സംസാരിച്ചു. മീരയുടെ ഉള്ളിൽ വെറുപ്പ് തിളച്ചു മറിഞ്ഞു. ഈശോയെ, പാപത്തിൽ നിന്നും ഓടി അകലാനുള്ള ശക്തി തരണേ, അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ചെറിയൊരു മഴ പെയ്തതോടെ ആൽബി മുന്നോട്ടോടി. പെട്ടെന്ന് തന്നെ അവർ സെന്ററിന്റെ വാതിൽക്കലെത്തി. മീര, നാളെ എനിക്ക് മറുപടി വേണം, പോകും മുൻപ് ആൽബി വിളിച്ചു പറഞ്ഞു. മറുപടി നാളെ ആക്കേണ്ട ആൽബി, ഇപ്പോൾ തന്നെ തരാം. ഒരു പുരുഷന്റെ തണലില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അന്യനാട്ടിൽ ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ വന്നത്, മീര കിതപ്പോടെ ആക്രോശിച്ചു. അത് കേട്ട ആൽബിയുടെ ഭാവം മാറി. അവൻ പകയോടെ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. നീ എന്താ വിചാരിച്ചത്? ഈ ആൽബി പുണ്യാളനായി മാറിയെന്നോ? ആഗ്രഹിച്ചതൊക്കെ നേടാതെ എനിക്ക് മടങ്ങാനാകില്ല. ഇവിടെ നിന്നെ എത്തിച്ചതും നിന്റെ ദൈവം തന്നെയാണ്. നീ എനിക്ക് അനുഭവിക്കാനുള്ളവളാണ്. മൂടിക്കെട്ടിയ നിന്റെ ഈ കുപ്പായത്തിനുള്ളിലെ ശരീരം ഈ ആൽബിക്കുള്ളതാണ്. അവൻ അവളുടെ ചെവികളിൽ മുരണ്ടു. ഈ മീര ജീവിച്ചിരിക്കുമ്പോൾ നിനക്കതിന് കഴിയില്ല. മീരയുടെ വാക്കുകളിൽ വല്ലാത്തൊരു തീയുണ്ടായിരുന്നു. ഭയം ഉള്ളിലുണ്ടെങ്കിലും ഇസ്രായേലിലെ നിയമവ്യവസ്ഥിതിയും തന്റെ ദൈവത്തിലും അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെ അവൾ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വാതിലടച്ചു. മീര, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കല്ലേ. എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
ആദ്യമായി കോളേജിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. മരണം വരെ നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നീ നിന്റെ പ്രണയം മുഴുവൻ കിരണിന് നൽകി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ആൽബി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ആൽബി, നിന്നെ ആ രീതിയിൽ കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഞാൻ കിച്ചനെ കാണാൻ തുടങ്ങിയത് എൻ്റെ ജനനം മുതലാണ്. അവനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചതും. എൻ്റെ ശരീരവും മനസ്സും എല്ലാം അവന് മാത്രമുള്ളതാണ്. മീരയുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് കിച്ചൻ മാത്രമാണ്. മീര ദൃഢതയോടെ പറഞ്ഞു. ആ വാക്കുകൾ പറയുമ്പോൾ മീരയുടെ ഉള്ളിൽ തന്നോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു. തന്നെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം തേടിപ്പോയ ഒരു മനുഷ്യന് വേണ്ടിയാണ് താൻ വാദിക്കുന്നത്. എല്ലാം വിധി. മീരയുടെ ജീവിതത്തിൽ അവൾ മാത്രം അനുഭവിക്കേണ്ട വിധി. ഒന്ന് നിർത്താമോ നിന്റെ ഈ കിച്ചൺ പുരാണം? ആൽബി മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അവളെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നീ പറയുന്നത് പോലെ അവൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കുറച്ചുനാൾ ഉപയോഗിച്ചു മടുത്തപ്പോൾ അവൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? നിന്റെ കൂലി എത്രയാണെന്ന് പറ. ആ കൂലി ഞാൻ തരാം. എനിക്ക് നിന്നെ വേണം. നെഞ്ചു പൊള്ളിക്കുന്ന ആ വാക്കുകൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വല്ലാത്ത ദേഷ്യത്തോടെ മീര പുറത്തേക്ക് പാഞ്ഞു. മീരയുടെ കൈകൾ സർവശക്തിയോടെ ആൽബിയുടെ മുഖത്ത് പതിഞ്ഞു. ആ അടിയിൽ ആൽബി സ്തംഭിച്ചുപോയി. മുഖം പൊത്തിപ്പിടിച്ച് അയാൾ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്യമായ ഒരു ഭാവം. നീ എന്നെ അടിച്ചല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, അയാൾ പകയോടെ അലറി. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല ആൽബി. മീരയുടെ വാക്കുകൾ ശരം പോലെ തറച്ചു. ഞാൻ മനസ്സ് വെക്കാതെ ഈ രാജ്യത്ത് ഒരു പുരുഷനും എന്റെ ശരീരത്തിൽ തൊടാൻ പോലും പറ്റില്ല. ഈ രാജ്യത്തിന്റെ നിയമം ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമല്ല നമുക്കും ബാധകമാണ്. ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ഇവിടുത്തെ പൊറുതി മുട്ടിക്കാൻ. ഒരു ഇന്ത്യക്കാരൻ മറ്റൊരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന സഹതാപം കൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നിന്റെ ഒരു രാജ്യവും നിയമവും. രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട. എനിക്ക് മുൻപേ നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞയച്ചിരിക്കും. കോപത്തോടെ ആക്രോശിച്ചുകൊണ്ട് ആൽബി തിരികെ നടന്നു. അതുവരെ പിടിച്ചു നിന്ന മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരച്ചിൽ തൊണ്ടയിൽ തടഞ്ഞു. വിറയ്ക്കുന്ന കാലുകളോടെ അവൾ വീട്ടിനുള്ളിലേക്ക് ഓടി. സങ്കടം പങ്കുവെക്കാൻ ഒരാളുമില്ലാത്ത ആ അന്യനാട്ടിൽ അവൾ ബെഡിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ആത്മാഭിമാനം മുറിവേറ്റ ആ രാത്രിയിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റി അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ഞെട്ടിയുണർന്നത്. അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞു. ഒരുപക്ഷെ അത് ആൽബി ആയിരിക്കുമോ എന്നവൾ സംശയിച്ചു. മോളെ മീര, വാതിൽ തുറക്ക്, ഇത് ഞാനാ. ഗിറ്റലിന്റെ ശബ്ദം കേട്ടപ്പോൾ ആശ്വാസത്തോടെ അവൾ വാതിൽ തുറന്നു. ഓ, നീ ഉറങ്ങുമായിരുന്നോ? സോറി മീര, പാർട്ടി തീരാൻ വൈകി. ഇതെന്താ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്? കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. വല്ല അസുഖവുമുണ്ടോ? ഗിറ്റൽ ആകുലതയോടെ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഉറങ്ങിയാൽ മാറിക്കോളും. ഗിറ്റലിനോട് സത്യം പറഞ്ഞാൽ അവർ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുമെന്നും അത് കാര്യങ്ങൾ വഷളാക്കുമെന്നും ഭയന്ന് മീര ഒരു നുണ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മീര മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. ജനാലയ്ക്കൽ പോലും നിൽക്കാൻ അവൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്തു പറ്റി മീര? നീ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ. എന്നോട് പറയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗിറ്റലിന്റെ ചോദ്യത്തിന് മുൻപിൽ വെയിൽ കൊണ്ടാൽ തലവേദന വരുമെന്ന ഒഴികഴിവ് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ഒടുവിൽ ഗിറ്റലിന്റെ നിർബന്ധത്തിന് വഴി അവൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. കാഴ്ചയുടെ ലോകം ആസ്വദിക്കുന്ന ഗിറ്റലിനോടൊപ്പം നടക്കുമ്പോഴും മീരയുടെ ഉള്ളിൽ ഭയം ചിറകടിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ നടത്തത്തിലാണ് മീര ആ ഞെട്ടിപ്പിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. വഴിയെ പോകുന്ന പല പുരുഷന്മാരും അവളെ നോക്കുന്നത് വല്ലാത്തൊരു ഭാവത്തിലാണ്. കെയർ ഗീവർ വിസയിലെത്തിയ പലരുടെയും കണ്ണുകളിൽ കാമം പടർന്നു നിൽക്കുന്നു. വാട്ട്സ് യുവർ റൈറ്റ്? മുഖത്തു നോക്കി ഒരു ഫിലിപ്പീനി യുവാവ് ആ ചോദ്യം എറിഞ്ഞപ്പോൾ മീര വല്ലാതെ തകർന്നുപോയി. ആൽബി എന്ന ചെകുത്താൻ മെനഞ്ഞെടുത്ത ചതിയുടെ വലയിൽ താൻ കുടുങ്ങിയിരിക്കുന്നു. താൻ പണത്തിനു വേണ്ടി ശരീരം വിൽക്കുന്നവളാണെന്ന് അയാൾ കിബുട്സിൽ എല്ലാവരോടും പറഞ്ഞു വരുത്തിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മിഖായലും പ്രഭയും അവളെ കാണാനെത്തി. പ്രഭയുടെ വാക്കുകൾ മീരയുടെ നെഞ്ചിൽ കനലായി വീണു. മീര, നിന്നെപ്പറ്റി നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പറയുന്നത് വളരെ മോശമായാണ്. നീ ഇവിടെ വേശ്യാവൃത്തി ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത്. എനിക്കറിയാം നീ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നാലും നിന്റെ വായിൽ നിന്നും എനിക്കറിയണം എന്താണ് സത്യമെന്ന്. പ്രഭയുടെ ആ ചോദ്യം കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീര എല്ലാം അവരോട് പറഞ്ഞു. മീര, നീ അന്ന് തന്നെ പോലീസിൽ അറിയിക്കേണ്ടിയിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് പ്രഭ വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു. പൊട്ടിക്കരയാനല്ലാതെ മീരയ്ക്ക് മറ്റൊന്നും സാധിക്കുമായിരുന്നില്ല. സാരമില്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സത്യം പറയാം. നീ ധൈര്യമായിരിക്കണം. നമ്മളെ രക്ഷിക്കാൻ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും മീരയുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു. ആഹാരം വേണ്ട, ഉറക്കമില്ല.
കണ്ണടച്ചാൽ ആൽബിയുടെ ക്രൂരമായ മുഖം മാത്രം. അവൾ കടുത്ത ഡിപ്രഷനിലേക്ക് വഴുതി വീഴുകയായിരുന്നു. മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവളിൽ നിന്നും മാഞ്ഞു തുടങ്ങി. ആകെ ഒരു ശൂന്യത മാത്രം. മീര, നീ പഴയതുപോലെയല്ല. നിന്റെ മുഖത്തെ ആ പുഞ്ചിരിയും പ്രാർത്ഥനയും എവിടെ പോയി? ഒരു ദിവസം സോഷ്യൽ വർക്കറായ റൂത്ത് അവളെ കാണാൻ വന്നപ്പോൾ ചോദിച്ചു. അതുവരെ അണകെട്ടി നിർത്തിയിരുന്ന സങ്കടം അവളിൽ നിന്ന് പൊട്ടിയൊഴുകി. എനിക്ക് മരിക്കണം റൂത്ത്, എന്നെ ഒന്ന് കൊന്നു തരാമോ? മീര പുലമ്പി. എന്തൊക്കെയാ മീര ഈ പറയുന്നത്? നീ മരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമോ? നിന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബം അത് അനാഥമായി പോകില്ലേ? റൂത്തിന്റെ ആ ചോദ്യം മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ തറച്ചു. വേണ്ട, എനിക്ക് മരിക്കണ്ട. എന്റെ മോൻ അനാഥനാകും. എനിക്ക് ജീവിക്കണം, എന്റെ മോനു വേണ്ടി, മീര വിറയലോടെ പറഞ്ഞു. മീര, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. നിനക്ക് എന്തു പറ്റിയെന്ന് എന്നോട് പറയൂ. നിന്നെ സഹായിക്കാൻ ഞാനുണ്ടാകും. റൂത്തിന്റെ സ്വാന്തനം മീരയ്ക്ക് പുതിയൊരു വെളിച്ചമായി. ആൽബിയെ പറ്റിയും താൻ നേരിടുന്ന അപമാനത്തെ പറ്റിയും അവൾ റൂത്തിനോട് വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട ശേഷം റൂത്ത് മീരയെ ചേർത്ത് പിടിച്ചു. മീര, ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ മരിക്കണമെന്ന് പറഞ്ഞത്? എന്റെ ജീവിതത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾ എത്ര നിസ്സാരമാണ്. ഞാൻ എന്നെപ്പറ്റി പറയാം. അത് കേട്ട് കഴിഞ്ഞ് നീ തീരുമാനിക്കൂ ആരുടെ ജീവിതമാണ് കൂടുതൽ ദുസ്സഹമെന്ന്. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.